ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ച സ്നേഹമൊഴികളിൽ മൂന്നാമത്തെ മൊഴിയാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ. തൻ്റെ അമ്മയെയും പ്രിയ ശിഷ്യനെയും അഭിസംബോധന ചെയ്ത് പറഞ്ഞ രണ്ട് വാക്യാംശങ്ങൾ ചേർന്നതാണ് മൂന്നാമത്തെ മൊഴി. ഏതവസ്ഥയിലും മറ്റുള്ളവരോട് സഹതപിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്നതിന് മാതൃകയാണിത്. ശാരീരിക പീഡയും പ്രാണവേദനയും അതിഭയങ്കരമായി അനുഭവിക്കുന്ന ഈ സമയത്ത് യേശു സ്വന്തം അമ്മയെ ഓർക്കുകയും അവരുടെ ഭാവിക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും വിശ്വസ്തനുമായ യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. തൻ്റെ സ്ഥാനത്തേക്ക് ആ അമ്മയുടെ മകനായി വരുവാൻ യോഗ്യൻ യോഹന്നാൻ തന്നെയെന്ന് യേശു കർത്താവ് ഉറച്ചിരിക്കണം. സ്വന്തം മകന്റെ ക്രൂശീകരണത്തിന് സാക്ഷിയാകേണ്ടി വന്ന അമ്മ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് ശിമ്യോൻ പറഞ്ഞത് ആ അമ്മ ഓർത്തിരിക്കണം. സ്വന്തം മകൻ പീഡനങ്ങൾ സഹിച്ചു കാൽവറിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ അമ്മയുടെ ഓർമ്മയിൽ തെളിഞ്ഞത് ഇതായിരിക്കണം. തൻ്റെ കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം ആ അമ്മയുടെ മനസ്സിൽ തെളിഞ്ഞിരുന്നിരിക്കണം. യേശുവിൻ്റെ പരിചയ ജീവിതം ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണ നാളിൽ വെള്ളം വീഞ്ഞാക്കിയായിരുന്നു. തൻ്റെ മകൻ ആരാണെന്നും അവൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ആ അമ്മയ്ക്ക് അറിയുമായിരുന്നു. ആ അമ്മ മകനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് അവൻ പറഞ്ഞെങ്കിലും മകൻ അവരെ സഹായിക്കുമെന്ന് ആ അമ്മയ്ക്ക് അറിയുമായിരുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് ആ അമ്മ കല്യാണ വിരുന്നുശാലയിലെ ശുശ്രൂഷകന്മാരോട് പറഞ്ഞതിൽ നിന്ന് മകനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു അമ്മയെ നമുക്കിവിടെ കാണുവാൻ കഴിയും. തൻ്റെ അവസാനത്തുള്ള രക്തം ചൊരിയുമ്പോഴും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള കരുതലും സ്നേഹവും മകനെന്ന നിലയിൽ യേശു കർത്താവ് പ്രകടമാക്കുന്നതാണ് നാം ഇന്ന് ചിന്തിച്ച മൂന്നാം മൊഴി. ഇന്ന് അനേക വൃദ്ധസദനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. കർത്താവായ യേശുക്രിസ്തു താൻ ക്രൂശിൽ കിടന്നപ്പോൾ തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നു. നാം ഇന്ന് ചെയ്യുന്നതോ നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും മറ്റും ഏൽപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിലും അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്ന മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ